സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായി അടുത്തഘട്ട സമരം പ്രഖ്യാപിച്ച ആശാവർക്കർമാർ. ഈ മാസം 20-ാം തീയതി മുതൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി പ്രസിഡന്റ് വി.കെ. സദാനന്ദൻ പറഞ്ഞു. രാപ്പകൽ സമരം 36-ാം ദിവസത്തിലേക്ക് കടന്ന ദിവസമായ തിങ്കളാഴ്ച പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാപ്പകൽ സമരവേദിയിൽ ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സദാനന്ദൻ നിരാഹാര സമരം ആരംഭിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചത്. ആദ്യഘട്ടത്തിൽ 3 പേരായിരിക്കും നിരാഹാര സമരത്തിൽ ഭാഗമാകുകയെന്നും പിന്നാലെ മറ്റുള്ളവരും പങ്കാളികളാകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും വി.കെ. സദാനന്ദൻ പറഞ്ഞു. 20-ാം തീയതി രാവിലെ 11 മണിയോടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. രാപ്പകൽ സമര കേന്ദ്രത്തിൽ തന്നെയായിരിക്കും ആശാവർക്കർമാർ നിരാഹാരമിരിക്കുക. ആദ്യഘട്ടത്തിൽ സമരത്തിന്റെ നേതൃസ്ഥാനത്തുള്ള 3 പേരായിരിക്കും നിരാഹാരമിരിക്കുക. സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ ഒരു സമരമായി ഈ സമരം മാറുമെന്നും സദാനന്ദൻ പറഞ്ഞു. ഈ രാപ്പകൽ സമരമോ നിരാഹാര സമരമോ എത്ര കാലത്തേക്ക് നീണ്ടുപോകുമെന്ന് അറിയില്ല. എന്തായാലും ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നേടിയെടുത്ത ശേഷം മാത്രമേ സമരപന്തൽ വിട്ടുപോകുകയുള്ളൂ. അതിന് എത്ര കാലം എടുത്താലും അതുവരെ പിടിച്ചു നിൽക്കാൻ ആർജവവും കരുത്തുമുള്ളവരാണ് കേരളത്തിലെ ആശാവർക്കർമാർ. പ്രലോഭനത്തിലൂടെയോ ഭീഷണിയിലൂടെയോ ഇവരെ തകർക്കാനാവില്ല. സമരത്തിന് ജനാധിപത്യ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് സമരസമിതി പ്രസിഡന്റ് പറഞ്ഞു. സമരം 1 മാസം പിന്നിട്ടതിന് പിന്നാലെ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുകയും ചെയ്തിരുന്നു. വിവിധയിടങ്ങളിൽ നിന്നായി എത്തിയ 100 കണക്കിന് ആശമാരാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാൻ എത്തിയത്. സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചാണ് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത്. രാവിലെ 10 മണിയോടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആശമാർ പ്രതിഷേധവുമായി സമരഗേറ്റിലേക്ക് നീങ്ങി. തുടർന്ന് റോഡിലിരുന്നും കിടന്നും പ്രതിഷേധം തീർത്തായിരുന്നു നിയമലംഘന സമരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, കെ. രമ എം.എൽ.എ, പെമ്പിളയൊരുമ നേതാവ് ഗോമതി തുടങ്ങിയവർ ഉപരോധത്തിൽ ഐക്യദാർഢ്യവുമായി എത്തി. സെക്രട്ടേറിയറ്റ് പരിസരം പുലർച്ചെ തന്നെ പോലീസ് ബാരിക്കേഡുകളാൽ അടച്ചുപൂട്ടിയിരുന്നു.